എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പാവൽ കൃഷിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇതിന്റെ വിത്ത് നടുന്നത് തൊട്ട് ഇതിന് ചെയ്യുന്ന വളപ്രയോഗങ്ങൾ, കീടങ്ങളുടെ ആക്രമണം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പാവൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വിത്തുകൾ തന്നെ തിരഞ്ഞെടുക്കുക. നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ നട്ടാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല കായ്ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് മായ, പ്രീതി എന്ന ഇനത്തിൽപ്പെട്ട വിത്തുകളാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ്. വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിത്തുകൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പാവൽ കൃഷി ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല വിളവുകളും ലഭിക്കുകയും ചെയ്യും. വിത്തുകൾ പാകുന്നതിന് മുൻപ് സ്യൂഡോമോണസ് ലായനിയിൽ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് ഇതിനകത്ത് കേടുകളൊന്നും ഉണ്ടാവാതെ നമുക്ക് നല്ല തൈകൾ ഇതിനകത്ത് ലഭിക്കുകയും ചെയ്യും. 2 ആഴ്ച കുമ്മായമിട്ട മണ്ണിലോട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്തതിലോട്ടാണ് നമ്മൾ ഈ വിത്ത് പാകാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് അല്പം വാമിട്ട് നമുക്ക് വിത്ത് പാകി കൊടുക്കാം. വിത്തിന്റെ കിളിർപ്പ് വരുന്ന ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ വേണം വിത്ത് പാകുവാനായിട്ട്. ഒരു മൂട്ടിൽ 4 വിത്താണ് നമ്മളിവിടെ പാകുന്നത്. പാവലിന്റെ വിത്തിന്റെ പുറന്തോട് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഇത് നമ്മൾ കുതിർത്തതിന് ശേഷം നടുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ സ്യൂഡോമോണസ് ലായനിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്തിന്റെ സൈസ് എത്രയാണോ അത്രയും താഴ്ചയിൽ മാത്രം വിത്ത് പാകാനായിട്ട് ശ്രദ്ധിക്കണം. പാവൽ പടർന്ന് പന്തലിൽ കയറുന്നതിന് മുൻപ് ഇതിന്റെ മെയിൻ വള്ളിയിൽ നിന്ന് ഒരുപാട് കിളിർപ്പുകൾ കാണാൻ സാധിക്കും. ഇവ നമ്മൾ നിലനിർത്താൻ പാടില്ല, കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. ഇവ കട്ട് ചെയ്തില്ലെങ്കിൽ പന്തലിലോട്ട് പോകുന്ന മെയിൻ വള്ളി സൂക്ഷിച്ചു പോവുകയും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വിളവുകൾ ലഭിക്കുകയും ഇല്ല. പന്തലിൽ കയറിക്കഴിഞ്ഞാൽ ഇതിന്റെ ചെറിയ ബ്രാഞ്ചസുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പാവൽ പടർന്ന് പന്തലിൽ കയറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മഞ്ഞക്കണി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വൈറസ് രോഗം വരാൻ സാധ്യതയുണ്ട്. ഇത് പടർത്തുന്നത് വെള്ളീച്ചയാണ്. വെള്ളീച്ചകളെ ആകർഷിപ്പിച്ച് നശിപ്പിക്കുന്നതിന് ഇത് സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വേപ്പെണ്ണ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീയൂസ് ചെയ്യാനും സാധിക്കും. ഇത് കണ്ടില്ലേ, കായ്ച്ചക്കണികൾ സ്ഥാപിക്കാൻ അല്പം താമസിച്ചപ്പോൾ കായ്ച്ചകൾ വന്ന് ഇതിന്റെ കായ്കൾ നീരൂറ്റി കുടിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കായ്ച്ചക്കണിയും മഞ്ഞക്കണിയും നമ്മൾ ആദ്യം തന്നെ ഇത് സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഇതുപോലെ കായ്ച്ചകൾ കുത്തിയ കായ്കൾ ഉണ്ടെങ്കിൽ അതെടുത്ത് തീയിടുകയോ വെള്ളത്തിലിട്ടോ നശിപ്പിച്ച് കളയണം. ഇതുപോലുള്ള കായ്കൾ മണ്ണിൽ വലിച്ചെറിയാതെ ശ്രദ്ധിക്കണം. കായ്ച്ചകൾ ഇതിന്റെ നീരൂറ്റി കുടിക്കുമ്പോൾ തന്നെ ധാരാളം മുട്ടകൾ ഇതിനകത്ത് നിക്ഷേപിക്കുകയും ചെയ്യും. ഇതുപോലുള്ള കായ്കൾ പറിച്ച് മണ്ണിലിടുമ്പോൾ അത് അടുത്ത് ഒരുപാടായിട്ട് കായ്ച്ചകൾ പെരുകാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഇലകളിൽ പുഴുക്കളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സ്പ്രേ ചെയ്യുമ്പോൾ ഇലകൾക്കടിയിൽ സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആഴ്ചയിൽ 1 ദിവസം നല്ല ജൈവവളങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ നമുക്ക് 3 മാസം വരെ നല്ല വിളവ് ഇതിൽ നിന്ന് ലഭിക്കും. ഇതുപോലെ നല്ല വിത്തുകൾ എടുത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാനും സാധിക്കും. വിത്ത് എടുക്കുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും വിത്തുകൾ എടുക്കാതിരിക്കുക. നല്ല വിത്തുകൾ ലഭിക്കുന്നതിന് നല്ല അടപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ നല്ലപോലെ കായ്കൾ ലഭിക്കുന്ന ടൈമിലാണ് നല്ലപോലെ വിളഞ്ഞ് അതിൽ നിന്ന് തന്നെ പഴുത്ത കായ്കൾ നമ്മൾ വിത്തിനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാവലിൽ നിന്ന് നമുക്ക് നല്ലപോലെ വിളവുകൾ ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ പെൺപൂക്കൾ വിരിയുമ്പോൾ തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കായ്ച്ചയുടെ ആക്രമണം കുറഞ്ഞിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കിയിടുക. ഇതുപോലുള്ള നല്ല കൃഷി കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.